ദാച്ചാ കാശ്. ഞാനങ്ങ് മറന്നുപോയതാ. ഇവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അല്ലടാ കമല? അല്ലെന്ന്. ഞാൻ ഇതാ ആലോചിച്ചേ, കാശ് കൊടുത്തതാണല്ലോ. പിന്നെ രാഘവ സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്? ആശാനെ, ഇനി ആശാനുകൾ ഞാൻ കാശ് തരില്ല കേട്ടോ. ഇപ്പൊ രാഘവ സാർ എന്നെ സംശയിച്ചില്ലയോ? ഇനി മുതൽ ഞാൻ വേറെ ആരുടെ അടുത്തും പൈസ കൊടുക്കില്ല. കൃത്യമായിട്ട് എന്താ ഇവിടെ തന്നെ ഏൽപ്പിച്ചോളാം. അപ്പോ എനിക്കെതിരെയുള്ള വിലക്ക് മാറിയല്ലോ. പണം കിട്ടിയ സ്ഥിതിക്ക് അപ്പൊ എന്റെ ഓട്ടോശ്രീയായിട്ട് പോവാലോ. ആശ്വാസമായി. ഇപ്പഴാ ജീവൻ തിരിച്ചു വീണേ. എടാ കമല, ഞാൻ ഇപ്പോഴും പറയുവാ, ബന്ധം വേറെ കാശ് വേറെ. കൃത്യമായിട്ട് വാടക തരാക്കി മാത്രം നീ ഓട്ടോ ഓടിയാ മതി കേട്ടാ. ദേ, ഇനി എന്നെ കൊണ്ട് ഇത് നീ പറയിപ്പിക്കരുത്. താക്കോല് വന്ന് വാങ്ങിക്കടാ. എന്താ വിഷ്ണു? അച്ഛാ, ഞാനേ ഉടുപ്പിട്ടിട്ട് വരാം. നമുക്കൊരു സ്ഥലം വരെ പോണം. ശരി അച്ഛാ. പിള്ളേ, ആ ഡയറിങ്ങ ചേട്ടാ ചുമ്മാ നോയിക്കൊണ്ടിരിക്കുവോ? കണക്ക് പിള്ളേൻ പറഞ്ഞു. എന്താടാ? താങ്ക്സ്. കാശ് മനഃപൂർവ്വം മുടക്കിയതല്ല. രാഘവ സാറിന് കൊടുക്കാൻ വേണ്ടി വാടക കരുതി വെച്ചതാ. പക്ഷെ അമ്മയുടെ ഹോസ്പിറ്റൽ ചെലവിന് കാശൊന്നും തികഞ്ഞില്ല. അടയ്ക്കാൻ മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോ അതടുത്തങ്ങ് അടച്ചു. മുടക്കണ്ടെന്ന് കരുതി. ഇവിടെ മറ്റെന്തെങ്കിലും വഴി കാണാന്ന് കരുതി. എടാ വിഷമിക്കാതടാ. എടാ കമല, നീ എന്നെ ആശാനെന്ന് വിളിക്കുമ്പോ 100% അത് ഉൾക്കൊണ്ട് തന്നെ ഞാൻ ആ വിളി കേൾക്കുന്നത്. ഇങ്ങനൊരു ആവശ്യം വന്നാ നീ നിന്റെ വിഷ്ണു ആശാനോടായിരുന്നെങ്കിൽ കാശ് കടം ചോദിക്കുമായിരുന്നല്ലോ, ഇല്ലേ? ആ അധികാരത്തോടെ എന്താടാ നീ എന്നോട് ചോദിക്കാത്തത്? നീ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണോ കണ്ടിരിക്കുന്നേ? ഈ സൗഹൃദം എന്ന് പറയുന്നത് ചിരിച്ചും കളിച്ചും നടക്കുന്നതിനപ്പുറം ഇതുപോലുള്ള പരസ്പര സഹായങ്ങളും ഉണ്ടാവണം. എന്നാലേ സുഹൃത്തെന്ന വാക്കിന് അർത്ഥം ഉണ്ടാവുള്ളൂ. നീ എന്നെ ആശാനെന്ന് വിളിക്കുമ്പോ ഞാൻ കേൾക്കുന്നത് ഒരു ആത്മബന്ധത്തിന്റെ പുറത്താ. പോയിക്കോ, ചെല്ല്. ഷുഗർ ചെക്ക് ചെയ്യാൻ അമ്മച്ചിമാര് കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ നിന്റെ കോളേജുമാരികൾ. വേഗം പോവാൻ നോക്കടാ. എടാ കമല, ഇതേ ശിവനല്ല, ഞങ്ങളുടെ വിഷ്ണുക്കുഞ്ഞ് തന്നെയാ. നമ്മളെ ആശ്രയിക്കുന്നവർക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട് പിള്ളച്ചേട്ടാ? അത് ശരിയാ. വിഷ്ണുക്കുഞ്ഞിന്റെ സ്ഥാനത്ത് ശിവൻ വന്നപ്പോഴാ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമായത്.